ഇന്ന് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ റീപ്രൊഡക്ഷനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് സെഷനാണ് നമ്മളിന്ന് നോക്കുന്നത് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഗ്യാമീറ്റോജനസിസ്, എങ്ങനെയാണ് സ്പേമും ഒവവും ഫോം ചെയ്യുന്നത്, മെനുസ്ട്രൽ സൈക്കിൾ എങ്ങനെയാണ് നടക്കുന്നത്, അതിന് അസോസിയേറ്റ് ആയിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസ്, ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ, എങ്ങനെയാണ് മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ഫ്യൂസ് ചെയ്യുന്നതും, അതേപോലെ ആ സൈഗോട്ട് അല്ലെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് എങ്ങനെയാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്, അതായത് യൂട്രസിൽ പറ്റി പിടിച്ച് വളരുന്നത്, പ്രഗ്നൻസി പീരിയഡ്, എംബ്രിയോണിക് ഡെവലപ്മെന്റ്, പാർട്ടുറേഷൻ ആൻഡ് ലാക്ടേഷൻ, ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. നമുക്കറിയാം ഹ്യൂമൻ ബീങ്സ് സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന വിവിപാരസ് ഗ്രൂപ്പാണ് അല്ലെ. അതായത് കുഞ്ഞുങ്ങൾക്ക് ബർത്ത് കൊടുക്കുന്ന സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പാണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. റീപ്രൊഡക്റ്റീവ് ഈവൻസ് ഹ്യൂമൻ ബീങ്സിലും ഈ പറയുന്ന പോലെ തന്നെ പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻസ്, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻസ് തന്നെയാണ്. പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻസിൽ ഗ്യാമീറ്റോജനസിസും അതുപോലെ തന്നെ ഗ്യാമീറ്റ് ട്രാൻസ്ഫറുമാണ്. റീപ്രൊഡക്റ്റീവ് ഈവൻസ് ഇൻ ഹ്യൂമൻസ് ഇൻക്ലൂഡ് ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ്, അതിനെയാണ് നമ്മൾ ഗ്യാമീറ്റോജനസിസ് എന്ന് പറയുന്നത്. അതായത് സ്പേം മെയിലിലും ഓവം ഫീമെയിലിലും പ്രൊഡ്യൂസ് ചെയ്യും പ്രീ ഫെർട്ടിലൈസേഷൻ ഈവന്റിന്റെ ഒരു ഭാഗമായിട്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ സ്പേമും ഓവും ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ഓഫ് സ്പേം ഇൻ ടു ദ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്, ഫീമെയിലിന്റെ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് ഇൻസെമിനേഷൻ എന്ന പ്രോസസ് വഴി മെയിൽ ഓർഗാനിസം സ്പേമിനെ ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് ഈ രണ്ട് പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷമാണ് ഫെർട്ടിലൈസേഷൻ എന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷനിലെ ഈവന്റ് നടക്കുന്നത്. അത് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് ആണ് ഫെർട്ടിലൈസേഷൻ. ഈ ഫെർട്ടിലൈസേഷന്റെ ഫലമായിട്ട് സൈഗോട്ട് ഉണ്ടാവും. നമുക്കറിയാലോ, മെയിൽ ഗ്യാമീറ്റ് ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് ബോത്ത് ആർ ഹാപ്ലോയിഡ്. വെൻ ഇറ്റ് ഫ്യൂസ് ടുഗദർ ഇറ്റ് വിൽ ബിക്കം ആസ് എ സൈഗോട്ട്. ഈ സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഗോട്ട് ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. കുറെ സ്റ്റേജസിൽ കൂടെ പാസ് ചെയ്തിട്ടാണ് കേട്ടോ. അതായത് അതിനകത്ത് 2 സെൽ സ്റ്റേജ്, 4 സെൽ സ്റ്റേജ്, 8 സെൽ സ്റ്റേജ് എന്നൊക്കെ കഴിഞ്ഞ് 16, 32 സെൽസ് ഒക്കെ ആകുമ്പോൾ അത് ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് ഫോം ചെയ്യും. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ആവുമ്പോഴത്തേക്കും അത് യൂട്രസിലേക്ക് എത്തുകയും യൂട്രസിന്റെ വോളിൽ അത് അറ്റാച്ച് ചെയ്ത് നിൽക്കുകയും ചെയ്യും. ആ യൂട്രസിന്റെ വോളിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അതായത് സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്പ് ആയിട്ട് അത് ബ്ലാസ്റ്റോസിസ്റ്റ് ആയി മാറുകയും ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രസിന്റെ വോളിൽ അറ്റാച്ച് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെ ഇംപ്ലാന്റേഷൻ എന്ന് പറയും. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ എംബ്രിയോണിക് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അതായത് കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അതിനെയാണ് ഗസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഗസ്റ്റേഷൻ എന്ന് പറയുന്നത് പ്രഗ്നൻസി പീരീഡിനെയാണ് ഗസ്റ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഡെലിവറി ഓഫ് ദ ബേബി, ദറ്റ് ഈസ് പാർട്ടുറേഷൻ, ഇറ്റ് വിൽ ഒക്കർ. അത് കഴിഞ്ഞിട്ട് പാർട്ടുറേഷൻ അല്ലെങ്കിൽ ഡെലിവറി ഓഫ് ദ ബേബി വിൽ ഒക്കർ. അതായത് കുഞ്ഞ് കംപ്ലീറ്റ് ഡെവലപ്പ് ആയി കഴിയുമ്പോൾ ബേബി ഡെലിവറി ചെയ്യും. ഓക്കെ, നമുക്കറിയാം പ്യൂബർട്ടി സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന എല്ലാ റീപ്രൊഡക്റ്റീവ് ഈവൻസും നടക്കുന്നത് കേട്ടോ. ഈ റീപ്രൊഡക്റ്റീവ് ഈവൻസ് മെയിലിനും ഫീമെയിലിനും ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതിനൊരു എക്സാമ്പിൾ ആണ് സ്പേം ഫോർമേഷൻ. ആ ഒരു എത്ര ഏജ്ഡ് ആണെങ്കിലും ഒരു മെയിലിൽ അത് കണ്ടിന്യൂ ചെയ്തിരിക്കും. ഓൾഡ് മെന്നിലും എന്തുണ്ടാവും, സ്പേം ഫോർമേഷൻ ഉണ്ടാവും. പക്ഷെ ഓവം ഫോർമേഷൻ എന്താണ് ഒരു പർട്ടിക്കുലർ ഏജ് വരെ, അതായത് ഒരു 50 years മെനോപോസ് ഒക്കെ വരുന്ന വരെയാണ് എന്തുണ്ടാവുള്ളൂ, ഓവം ഫോർമേഷൻ നടക്കുള്ളൂ. അതേപോലെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും അതിന്റെ ഈവൻസ് ഒക്കെ തമ്മിൽ മെയിലിലും ഫീമെയിലും കേട്ടോ. നൗ ഹിയർ ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ എക്സാമിൻ ദ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഹ്യൂമൻ. അതിനുമുമ്പ് നമുക്ക് ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ്. അത് ഓരോന്നായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. സോ വി വിൽ ജസ്റ്റ് റീഡ് ദിസ്. ആസ് യു ആർ അവെയർ, humans are sexually reproducing and viviparous. The reproductive events in humans include formation of gametes, that is gametogenesis, that is sperm in male and ovum in females, transfer of sperm into the female genital tract by insemination, and fusion of male and female gametes by fertilization, leading to formation of zygote. This is followed by formation and development of blastocyst and its attachment to the uterine wall.
that is also called as implantation. Embryonic development, that is gestation, and delivery of the baby, that is parturition. You have learned that these reproductive events occur after puberty. There are remarkable differences between the reproductive events in the male and female. For example, sperm formation continues even in old men, but formation of ovum ceases in women around the age of 50 years. Let us examine the male and female reproductive system in human. First നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ലൊക്കേറ്റ് ചെയ്യുന്ന പെൽവിക് റീജിയനിലാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്യുന്ന പെയർ ഓഫ് ടെസ്റ്റിസ്, ആക്സസറി ഡക്റ്റ്, ആക്സസറി ഗ്ലാൻസ്, എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്നീ ഭാഗങ്ങൾ കൂടിയതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അതവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് പെൽവിക് റീജിയൻ എന്ന് പറയുന്നത് കേട്ടോ. ആ പെൽവിക് റീജിയനിലാണ് എന്തുള്ളത്? ദ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, അതായത് ടെസ്റ്റിസും ആക്സസറി ഡക്റ്റും ആക്സസറി ഗ്ലാൻസും എക്സ്റ്റേണൽ ജെനിറ്റേലിയം ഒക്കെ ഉള്ളത്. ടെസ്റ്റിസ് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്താണ് സിറ്റേറ്റ് ചെയ്യുന്നത്. അത് കാണുന്നത് ഒരു പൗച്ചിന്റെ ഉള്ളിലാണ്. ആ പൗച്ചിനെ നമ്മൾ സ്ക്രോട്ടം എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടെസ്റ്റിസ് ഈസ് സീൻ ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ഇൻസൈഡ് എ സ്ക്രോട്ടം സാക്ക്. ഈ സ്ക്രോട്ടം സാക്കിന്റെ ഉള്ളിലാണ് എന്ത് കാണുന്നത്? ടെസ്റ്റിസ് കാണുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ സ്പെർമാറ്റോജനസിസ് അല്ലെങ്കിൽ സ്പേം പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ബോഡി ടെമ്പറേച്ചറിനേക്കാൾ 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ടെമ്പറേച്ചർ വേണം. നോർമൽ ഇന്റേണൽ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറച്ച് ടെമ്പറേച്ചറിലാണ് സ്പെർമാറ്റോജനസിസ് അല്ലെങ്കിൽ സ്പേം പ്രൊഡക്ഷൻ നടക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റിസ് സ്ക്രോട്ടം സാക്കിന്റെ ഉള്ളിൽ അബ്ഡോമിനൽ ക്യാവിറ്റിന്റെ പുറത്തായിട്ട് കാണുന്നത്. അഡൽട്ടിലൊക്കെ ഓരോ ടെസ്റ്റിസിന്റെ വലുപ്പം അത് ഓവൽ ഷേപ്പിലായിരിക്കും. ഓരോ ടെസ്റ്റിസിന്റെ വലുപ്പം എന്ന് പറയുന്നത് 4 to 5 സെന്റിമീറ്റർ length and 2 to 3 centimeter width ആണ്. 4 to 5 centimeter length and 2 to 3 centimeter width we can see the size of the testis. Testis കവർ ചെയ്തിട്ട് ഒരു ഡെൻസ് കവറിംഗ് ഉണ്ട്. ടെസ്റ്റിസ് കവർ ചെയ്തിട്ടൊരു ഡെൻസ് കവറിംഗ് ഉണ്ട്. സ്ക്രോട്ടം അല്ല, അതല്ലാതെ ഒരു ഡെൻസ് കവറിംഗ് ടെസ്റ്റിസിന് മാത്രമായിട്ടുണ്ട്. ഓരോ ടെസ്റ്റിസും ഏകദേശം 250 കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഓരോ കമ്പാർട്ട്മെന്റ് എന്താ ഈ കാണുന്നതാണ് കേട്ടോ. ഓരോ കമ്പാർട്ട്മെന്റ് it is divided into around 250 compartments. ഈ ഓരോ കമ്പാർട്ട്മെന്റിന് നമ്മൾ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ എന്നാണ് പറയുക. ഈ ഓരോ കമ്പാർട്ട്മെന്റിന് നമ്മൾ പറയുന്ന ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ എന്നാണ്. ഇതാണ് അതിന്റെ ഡയഗ്രാം കേട്ടോ. ഇനി ഓരോ ലോബ്യൂളിലും 1 to 3 ഹൈലി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ട് കേട്ടോ. ഓരോ ലോബ്യൂളിന്റെ ഉള്ളിലും 1 to 3 ഹൈലി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ വി ക്യാൻ സി. 1 മുതൽ 3 വരെ ഹൈലി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ നമുക്ക് കാണാൻ കഴിയും. കുറച്ച് വലുതാക്കി നോക്കട്ടെ. ഇതിന്റെ ഉള്ളില് ആ ലോബ്യൂളിന്റെ ഉള്ളില് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഇങ്ങനെ ഹൈലി കോയിൽഡ് സ്ട്രക്ചറിൽ കാണാൻ കഴിയും. ഹൈലി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ വി ക്യാൻ സി ഇൻ ഈച്ച് ലോബ്യൂൾ. ഓക്കെ, ഓരോ ലോബ്യൂളിലും നമുക്ക് 1 to 3 ഹൈലി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇനി ഈ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളിലാണ് എന്ത് കാണുന്നത്? സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓരോ സെമിനിഫറസ് ട്യൂബ്യൂളിനെ ലൈൻ ചെയ്തിട്ട് അതിന് ലൈൻഡ് ഓൺ ഇറ്റ്സ് ഇൻസൈഡ്, അതിന്റെ ഇൻസൈഡ് പോർഷനിൽ അതിനെ ലൈൻ ചെയ്തിട്ട് 2 ടൈപ്പ് സെൽസ് ഉണ്ട്. ഒന്ന് മെയിൽ ജേം സെൽസ് ആയിട്ടുള്ള സ്പെർമാറ്റോഗോണിയം, അനദർ വൺ ഇറ്റ് ഈസ് സെർട്ടോളി സെൽസ്. ഞാൻ അതിന്റെ ഡയഗ്രാം കാണിച്ചു തരാം. ഇതിന്റെ see here, this is a seminiferous tubule, this is a seminiferous tubule, this is a seminiferous tubule, this is a seminiferous tubule. It is lined by 2 different types of cells as spermatogonia. കണ്ടോ, ഇത് സ്പെർമാറ്റോഗോണിയൽ സെൽസ് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് എന്തുണ്ട്? സെർട്ടോളി സെൽസും ഉണ്ട്. സ്പെർമാറ്റോഗോണിയൽ സെൽസും സെർട്ടോളി സെൽസും ലൈൻ ചെയ്ത രീതിയിലാണ് ഓരോ സെമിനിഫറസ് ട്യൂബ്യൂളും ഈ 2 തരത്തിലുള്ള സെൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ.
ഓരോ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്തും നമുക്ക് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാണാം. ഓരോ സെമിനിഫറസ് ട്യൂബ്യൂളിനെ ലൈൻ ചെയ്ത് മെയിൽ ജേം സെൽസ് ആയിട്ടുള്ള സ്പെർമാറ്റോഗോണിയും അതുപോലെ സെർട്ടോളി സെൽസും കാണാം. ഞാൻ ഡയഗ്രം കാണിച്ചു തന്നില്ലേ. ഇനി മെയിൽ ജേം സെൽസ് മിയോട്ടിക് ഡിവിഷൻ നടന്ന് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയൽ സെൽസ് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് അത് ഫൈനലി ലീഡിങ് ടു ദ ഫോർമേഷൻ ഓഫ് സ്പേം ഫോർമേഷൻ നടക്കും. അതായത് കുറെ സ്റ്റെപ്പ് വഴിയാണ് സ്പെർമാറ്റോഗോണിയൽ സെൽസ് പല സ്റ്റെപ്പ് ഫോളോ ചെയ്താണ് ഒരു സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേമായിട്ട് മാറുന്നത്. ആ ഒരു സമയത്ത് സെർട്ടോളി സെൽസ് ആണ് ഇതിന് ജേം സെൽസിന് വേണ്ടിയിട്ടുള്ള മിയോസിസിന് നറിഷ്മെന്റ് കൊടുക്കുന്നത്. അതായത് അവിടെ ഒരു ഡിവിഷൻ നടക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ന്യൂട്രിയൻസ് വേണം. അത് പ്രൊവൈഡ് ചെയ്യുന്ന സെർട്ടോളി സെൽസ് ആണ് കേട്ടോ. അതേപോലെ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറം ഭാഗത്തിന് നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നാണ് പറയാം. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറം ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ ആണ് കേട്ടോ. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറം ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ ആണ്. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ പുറം ഭാഗം ഇതിന് നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നാണ് പറയാം. ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ളത് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ആണ് കേട്ടോ. ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ആണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ളത്. ഇന്റർസ്റ്റീഷ്യൽ സെൽസിന് നമുക്ക് ലെയ്ഡിക് സെൽസ് എന്നും പറയാം. ഇന്റർസ്റ്റീഷ്യൽ സെൽസിന് നമുക്ക് ലെയ്ഡിക് സെൽസ് എന്നും പറയാം. അതേപോലെ തന്നെ ആ ഒരു റീജിയനിൽ കുറച്ച് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫൻസ് സെൽസും കൂടെ കാണാറുണ്ട് കേട്ടോ. ഇമ്മ്യൂണോളജിക്കലി കോമ്പീറ്റന്റ് സെൽസും കൂടെ അവിടെ കാണാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കൂടെ കാണും. ഇന്റർസ്റ്റീഷ്യൽ സെൽസിന് പറയുന്ന വേറൊരു പേരാണ് ലെയ്ഡിക് സെൽസ്. ലെയ്ഡിക് സെൽസ് ഈ ടെസ്റ്റിക്കുലാർ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന സെൽസ് ആണ്. അല്ലെങ്കിൽ ആൻഡ്രോജൻ ടെസ്റ്റിക്കുലാർ ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻ സെക്രീറ്റ് ചെയ്യുന്ന ഈ ലെയ്ഡിക് സെൽസ് ആണ് കേട്ടോ. അതേപോലെ അതർ ഇമ്മ്യൂണോളജിക്കലി കോമ്പീറ്റന്റ് സെൽസ് ആർ ഓൾസോ പ്രസന്റ് ഇൻ ദ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ വേറെ ഇമ്മ്യൂണോളജിക്കലി കോമ്പീറ്റന്റ് ആയിട്ടുള്ള പല സെൽസും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ ഭാഗം ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. The male reproductive system. The male reproductive system is located in the pelvis region. It includes a pair of testes along with accessory ducts, glands, and the external genitalia. The testes are situated outside the abdominal cavity within a pouch called scrotum. The scrotum helps in maintaining the low temperature of the testis 2 to 2.5 degrees Celsius lower than the normal internal body temperature necessary for spermatogenesis. In adults, each testis is oval in shape with a length of about 4 to 5 cm and a width of about 2 to 3 cm. The testis is covered by a dense covering. Each testis has about 250 compartments called as testicular lobule. Each lobule contain 1 to 3 highly coiled seminiferous tubule in which sperms are produced. Each seminiferous tubule is lined on its inside by two types of cells called as male germ cells അല്ലെങ്കിൽ spermatogonia and Sertoli cells. The male germ cells undergo meiotic divisions finally leading to sperm formation, while Sertoli cells provide nutrition to the germ cells. The region outside the seminiferous tubules called interstitial space. It contains small blood vessels and interstitial cells or Leydig cells. Leydig cells synthesize and secrete testicular hormones called androgens. Other immunologically competent cells are also present in this region. Okay. Ini male sex accessory duct. It includes retitestis, vasa efferentia, epididymis and vas deferens. ഞാൻ പറഞ്ഞുതരാം. Retitestis is nothing but the seminiferous. It opens to the region called as retitestis. Seminiferous ഓപ്പൺ ചെയ്ത് കാണുന്ന ആ ഒരു ട്യൂബിനെയാണ് നമ്മൾ എന്ത് പറയാ, retitestis എന്ന് പറയുന്നത്. ഞാനിവിടെ ഡയഗ്രത്തിൽ കാണിച്ചു തരാം. ഇതെന്താ, ഇതിൻ്റെ അകത്ത് ഓരോ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന സെമിനിഫറസ് ട്യൂബ്യൂള് ഓപ്പൺ ചെയ്ത് വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഇതിനെയാണ് നമ്മൾ retitestis എന്ന് പറയുന്നത്. ഈ ഭാഗം, ഈ ഭാഗത്തെ ഈ ഹൈലി കോയിൽഡ് ട്യൂബിനെയാണ് നമ്മൾ എന്ത് പറയാ, retitestis എന്ന് പറയുന്നത്. retitestis ഓപ്പൺ ചെയ്യുന്ന നെക്സ്റ്റ് ട്യൂബാണ് വാസ എഫറൻഷ്യ എന്ന് പറയുന്നത്. ഇത് വാസ എഫറൻഷ്യ ആണ്. This is vasa efferentia. This vasa efferentia, see here the I'll just show it. The male accessory duct include retitestis, vasa efferentia, epididymis and vas deferens. And ഇത് retitestis, ഇത് vasa efferentia, ഇത് epididymis. Epididymis, it passes through the posterior part of the testis. Testisന്റെ posterior part വഴി പാസ് ചെയ്യുന്നതാണ് epididymis എന്ന് പറയുന്നത്.
See here, vast difference. Vast difference, it is epididymis opens to a region called as vas difference. ഇതിനെയാണ് നമ്മൾ വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഡിഫറെന്റ് ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ റെറ്റി ടെസ്റ്റിസ്, വാസ ഫ്രൻഷ്യ, എപ്പിഡിഡൈമിസ് ആൻഡ് വാസ് ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് അവിടെ നിന്ന് നോക്കാം. ദ മെയിൽ സെക്സ് ആക്സസറി ഡക്റ്റ് റെറ്റി ടെസ്റ്റിസും വാസ ഫ്രൻഷ്യയും എപ്പിഡിഡൈമിസും വാസ് ഡിഫറൻസും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സെമിനിഫറസ് ട്യൂബ്യൂള് ടെസ്റ്റിസിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന വാസ എഫറൻഷ്യയിലേക്ക് റെറ്റി ടെസ്റ്റിസ് വഴിയാണ് ഓപ്പൺ ചെയ്തത്. അല്ലെങ്കിൽ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഉള്ളിലിരിക്കുന്ന ടെസ്റ്റിക്കുലാർ ലോബ്യൂളിന്റെ ഉള്ളിലിരിക്കുന്ന സെമിനിഫറസ് ട്യൂബ്യൂള് റെറ്റി ടെസ്റ്റിസിലേക്ക് ഓപ്പൺ ചെയ്യും. റെറ്റി ടെസ്റ്റിസ് വാസ എഫറൻഷ്യയിലേക്ക് ഓപ്പൺ ചെയ്യും. വാസ എഫറൻഷ്യ എപ്പിഡിഡൈമിസിലേക്ക് ഓപ്പൺ ചെയ്യും. വാസ എഫറൻഷ്യ ലീവ് ദ ടെസ്റ്റിസ് ആൻഡ് ഓപ്പൺ ഇൻ ടു എപ്പിഡിഡൈമിസ്. എപ്പിഡിഡൈമിസ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് എവിടെയാന്ന് നോക്കിയേ, ഇറ്റ് ലൊക്കേറ്റഡ് അലോങ് ദ പോസ്റ്റീരിയർ സർഫസ് ഓഫ് ഈച്ച് ടെസ്റ്റിസ്. ഓരോ ടെസ്റ്റിസിന്റെ പോസ്റ്റീരിയർ സർഫസിലാണ് എപ്പിഡിഡൈമിസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. എപ്പിഡിഡൈമിസ് വാസ് ഡിഫറൻസിലേക്ക് ഓപ്പൺ ചെയ്യും. വാസ് ഡിഫറൻസിലേക്ക് എപ്പിഡിഡൈമിസ് ഓപ്പൺ ചെയ്യും. ആൻഡ് ദാറ്റ് അസെൻഡ് ടു ദ അബ്ഡോമൻ ആൻഡ് ലൂപ്പ് ഓവർ ദ യൂറിനറി ബ്ലാഡർ. ഇത് ഈ വാസ് ഡിഫറൻസ് അബ്ഡോമനിലേക്ക് അസെൻഡ് ചെയ്യും. അതായത് ഈ ടെസ്റ്റിസ് ഹാങ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ഉണ്ട് കേട്ടോ. ആ ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു കോളം വഴി ആ ടെസ്റ്റിസ് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്തേക്ക് ഹാങ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ട്യൂബ് വഴി ഈ വാസ് ഡിഫറൻസ് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് യൂറിനറി ബ്ലാഡറിനെ ലൂപ്പ് ഓവർ ചെയ്ത രീതിയിലായിരിക്കും കാണാൻ. കണ്ടോ, ഇറ്റ് വിൽ മൂവ് ടുവേർഡ്സ് ദ അപ്വേർഡ് ഡയറക്ഷൻ ആൻഡ് ഇറ്റ് ലൂപ്പ് ഓവർ ദ യൂറിനറി ബ്ലാഡറിനെ ലൂപ്പ് ഓവർ ചെയ്തിട്ടായിരിക്കും എന്ത് കാണുക, വാസ് ഡിഫറൻസ് കാണുക. ഓക്കെ, ആൻഡ് ഇറ്റ് റിസീവ് ഡക്ട് ഫ്രം സെമിനൽ വെസിക്കിൾ. ഇത് സെമിനൽ വെസിക്കിളിൽ നിന്ന് ഡക്ട് റിമൂവ് ചെയ്യുകയും യൂറിത്രയിലേക്ക് അത് ഓപ്പൺ ചെയ്യുകയും ചെയ്യും. അത് ഒരു ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അതായത് വാസ് ഡിഫറൻസും സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്നത് ആക്സസറി ഗ്ലാൻസ് ആണ് കേട്ടോ. ഇതാണ് സെമിനൽ വെസിക്കിൾ. ഈ സെമിനൽ വെസിക്കിളിന്റെ ട്യൂബും ഈ വാസ് ഡിഫറൻസിന്റെ ട്യൂബും കൂടി ഓപ്പൺ ചെയ്യുന്ന യൂറിത്രയുടെ ആ റീജിയനെയാണ് ഇജാക്കുലേറ്ററി ഡക്ട് എന്ന് പറയുന്നത്. കണ്ടോ, ഈ സെമിനൽ വെസിക്കിൾ അതുപോലെ തന്നെ ഈ വരുന്ന വാസ് ഡിഫറൻസും കൂടി ഓപ്പൺ ചെയ്യുന്ന ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇജാക്കുലേറ്ററി ഡക്ട്. ഇറ്റ് ഓപ്പൺസ് ടു എ സ്ട്രക്ചർ കോൾഡ് ആസ് ഇജാക്കുലേറ്ററി ഡക്ട്. ഈ ഡക്റ്റിലാണ് സ്പേം വന്ന് സ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഫ്രം ദ ടെസ്റ്റിസ് ടു ഔട്ട്സൈഡ് ത്രൂ ദ യൂറിത്ര. ഇവിടെ വന്നിട്ട് ദീസ് ഡക്ട്, ഈ എല്ലാ ഡക്റ്റും കൂടിയിട്ടാണ് സ്പേമിനെ സ്റ്റോർ ചെയ്യും. ഏത് റെറ്റി ടെസ്റ്റിസ്, വാസ് ആഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ്, ഇതൊക്കെയാണ്. അതുപോലെ ഇജാക്കുലേറ്ററി ഡക്ട്, ഇവിടെയൊക്കെയാണ് സ്പെർമിനെ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ദീസ് ഡക്ട്സ് എന്നാട്ടോ പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് മേജറായിട്ട് എപ്പിഡിഡൈമിസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. എപ്പിഡിഡൈമിസിൽ അതുപോലെ തന്നെ വാസ് ഡിഫറൻസിലൊക്കെയാണ് അതിന്റെ സ്റ്റോറേജ് വരുന്നത് കേട്ടോ. ഈ ഡക്റ്റിൽ നിന്നാണ് സ്പെർമിനെ ടെസ്റ്റിസിൽ നിന്ന് യൂറിത്രയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. യൂറിനറി ബ്ലാഡറിന്ന് അവിടെ മുതലാണ് നമ്മൾ യൂറിത്ര എന്ന് പറയുന്ന ആ ഡക്റ്റ്, യൂറിത്ര എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്യുന്നത്. യൂറിത്ര എന്ന് പറയുന്ന യൂറിനറി ബ്ലാഡർ ഒറിജിനേറ്റ് ചെയ്യുന്നത്, യൂറിത്ര ഒറിജിനേറ്റ് ഫ്രം ദ യൂറിനറി ബ്ലാഡറിൽ നിന്നാണ് യൂറിത്ര ഒറിജിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അത് പെനിസ് വഴി എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റേണൽ ഓപ്പണിംഗ് ആയിട്ടുള്ള യൂറിത്രസ് മീറ്റസിലേക്ക് എത്തും. യൂറിത്രൽ മീറ്റസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. സി ഹിയർ, ഇതാണ് പെനിസ് എന്ന് പറയുന്നത്. ഇത് എന്താണ്, രണ്ട് സെമിനൽ വെസിക്കിളും അതുപോലെ തന്നെ ഈ വാസ് ഡിഫറൻസും കൂടി ഓപ്പൺ ചെയ്യുന്ന ഇജാക്കുലേറ്ററി ഡക്റ്റ് ആണ്. ഈ ഇജാക്കുലേറ്ററി ഡക്റ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമുക്ക് രണ്ട് ഗ്ലാൻസ് കാണാൻ പറ്റും. ഇതിനെ നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്നാ പറയാ. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്താണ്, മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിലെ ഒരു അൺപെയർഡ് ആക്സസറി ഗ്ലാൻഡ് ആണ്. ഇനി നെക്സ്റ്റ് കാണുന്നത് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് ആണ്. ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് പെയർഡ് ഗ്ലാൻഡ് ആണ്. സെമിനൽ വെസിക്കിളും ബൾബോ യൂറിത്രലും പെയർഡ് ആണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അൺപെയർഡ് ഗ്ലാൻഡ് ആണ്. ഈ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡിന്റെ സെന്റർ ഭാഗത്തിരിക്കുന്ന യൂറിത്ര, അത് മെംബ്രേനിയസ് യൂറിത്ര എന്നാണ് അറിയപ്പെടുന്നത്. ഈ മെംബ്രേനിയസ് യൂറിത്ര കഴിഞ്ഞാൽ പിന്നെ അത് പെനിസിലേക്ക് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. പെനിസിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന യൂറിത്രയ്ക്ക് പീനൽ യൂറിത്ര എന്നാണ് പറയുന്നത്. പീനൽ യൂറിത്രയാണ് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നത്. ഗ്ലാൻസ് പെനിസിൽ കൂടെ പാസ് ചെയ്തിട്ടാണ് അത് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നത്. ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്ന പെനിസിന്റെ ഏറ്റവും ടിപ്പ് അറ്റത്തിനെയാണ് ഗ്ലാൻസ് പെനിസ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. യൂറിത്ര
originate from the urinary bladder and extend through the penis to its external opening called as urethral meatus. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. പെനിസ് എന്ന് പറയുന്നത് മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയാണ് പെനിസ് എന്ന് പറയുന്നത്. അതുണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടിഷ്യൂ കൊണ്ടാണ് ദാറ്റ് ഹെൽപ്പ് ഇൻ ഇറക്ഷൻ ഓഫ് ദ പെനിസ് ടു ഫെസിലിറ്റേറ്റ് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെനിസ് ഇറക്റ്റ് ചെയ്ത് നിൽക്കത്തക്ക രീതിയിലാണ് അതിന്റെ സ്പെഷ്യൽ ടിഷ്യൂസിന്റെ അറേഞ്ച്മെന്റ്. ചില മസ്കുലാർ ടിഷ്യൂ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ടിഷ്യൂ അങ്ങനെ ഇറക്റ്റ് ചെയ്ത് നിൽക്കത്തക്ക രീതിയിലുള്ള ടിഷ്യൂ ആയതുകൊണ്ടാണ് ഇൻസെമിനേഷന് വേണ്ടിയിട്ട് പെനിസ് ഇറക്റ്റൈൽ പൊസിഷനിലേക്ക് വരുന്നത് കേട്ടോ. അതേപോലെ പെനിസിന്റെ എൻലാർജ്ഡ് എൻഡ്, ആ ടിപ്പിന് നമ്മൾ ഗ്ലാൻസ് പെനിസ് എന്നാണ് പറയാം. ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്തിട്ട് ഒരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ട്, അതിന് നമ്മൾ ഫോർ സ്കിൻ എന്ന് പറയും. അതിന് നമ്മൾ ഫോർ സ്കിൻ എന്നാണ് പറയുന്നത്. ഇനി മെയിൽ ആക്സസറി ഗ്ലാൻസ്, സെമിനൽ വെസിക്കിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു പെയേർഡ് സെമിനൽ വെസിക്കിൾ ഗ്ലാൻഡ് ഉണ്ട്. സെമിനൽ വെസിക്കിളും വാസ് ഡിഫറൻസും കൂടെ ഓപ്പൺ ചെയ്യുന്ന റീജിയന് യൂറിത്രയ്ക്ക് പറയുന്ന ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്നാണെന്നും പറഞ്ഞു അല്ലെ. ഇനി ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്, സിംഗിൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അൺപെയർഡ് ആക്സസറി ഗ്ലാൻഡ് വരുന്നതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇനി പെയർഡ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡും ഉണ്ട്, പെയർഡ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡും ഉണ്ട്. ഈ എല്ലാ ഗ്ലാൻഡ്സിന്റെ സെക്രീഷനാണ് സെമിനൽ പ്ലാസ്മേനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സെമിനൽ പ്ലാസ്മ, സെമന്റെ ഉള്ളിലാണ് സ്പേം പാസ് ചെയ്യുന്നത് അല്ലെ, സെമനോട് കൂടിയിട്ടാണ് സ്പേം പാസ് ചെയ്യുന്നത്. അപ്പൊ ആ സെമിനൽ പ്ലാസ്മ, സെമന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് നമുക്ക് സെമിനൽ വെസിക്കിളിൽ നിന്നും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്നും ബൾബോ യൂറിത്രൽ ഗ്ലാൻഡിൽ നിന്നും ഒക്കെ ഉള്ള സെക്രീഷൻ. സെമിനൽ പ്ലാസ്മയിൽ ഫ്രക്ടോസും കാൽഷ്യവും അതുപോലെ ചില എൻസൈംസും ഉണ്ട്. ബൾബോ യൂറിത്രൽ ഗ്ലാൻഡിന്റെ സെക്രീഷൻ എന്ന് പറയുന്നത് അവിടെ സെമിനൽ വെസിക്കിളും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും ആണ് സെമിനൽ പ്ലാസ്മ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന. ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സെക്രീഷന്റെ ഒപ്പം തന്നെ അത് പെനിസിന്റെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടുള്ള ലൂബ്രിക്കന്റും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പെനിസിന്റെ ലൂബ്രിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് ആണ് കേട്ടോ. അപ്പൊ അത്രയും ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. The male accessory duct include retitestis, vasa efferentia, epididymis and vas deferens. The seminiferous tubules of the testis open into vasa efferentia through retitestis. The vasa efferentia leaves the testis and open into epididymis located along the posterior surface of the each testis. The epididymis leads to vas deferens that ascend to the abdomen and loop over the urinary bladder. It receives a duct from seminal vesicle and opens to urethra as the ejaculatory duct. These ducts store and transport the sperm from the testis to the outside through urethra. The urethra originate from the urinary bladder and extend through the penis to its external opening called as urethral meatus. The penis is the male external genitalia. It is made up of special tissue that help in erection of the penis to facilitate the insemination. The enlarged end of penis, it is called as glans penis, that is covered by a loose fold of skin that is called as foreskin. The male accessory gland include a pair of seminal vesicle, a prostate and paired bulbourethral gland, unpaired prostate and paired bulbourethral gland. Secretion of these glands constitute the seminal plasma, which is rich in fructose, calcium and certain enzymes. The secretion of bulbourethral glands also help in the lubrication of the penis. Okay, ഇനി നമുക്ക് പഠിക്കാനുള്ള ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം കേട്ടോ.